ചാവുകടൽ ചുരുളുകളിൽ കഴിഞ്ഞ 2000 വർഷങ്ങളായി ഒളിഞ്ഞിരിക്കുന്ന അജ്ഞാത രഹസ്യം ശാസ്ത്രം പുറത്തു കൊണ്ടുവരുന്നു. ജെറുസലേമിന് സമീപം ചാവുകടലിനടുത്തുള്ള ഗുഹകളിൽ നിന്ന് 1947 ചാവുകടൽ ചുരുളുകൾ അല്ലെങ്കിൽ ഡെഡ് സീ സ്ക്രോൾസ് എന്നറിയപ്പെടുന്ന കൈയെഴുത്ത് പ്രതികൾ ലഭിക്കുന്നത്. ഹിബ്രു ബൈബിളിൻ്റെ ഭാഗങ്ങൾ എന്നറിയപ്പെടുന്ന ഈ കൈയെഴുത്ത് പ്രതിയുടെ ഡിജിറ്റൽ എഡിഷൻ തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ പുരാവസ്തു വകുപ്പ്. ജൂതമതവും ക്രൈസ്തവ മതവും സംബന്ധിച്ച ഒട്ടേറെ നിർണായക വിവരണങ്ങളാണ് ഈ ചരിത്രരേഖകളിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിലെ 64 ഭൂഗർഭ കേന്ദ്രങ്ങളിൽ പണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള സ്വർണ്ണ വെള്ളി നിധിയുടെ വിവരങ്ങളും ഈ ചുരുളുകളിലുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. 1947 ഒരു ആട്ടിടയനാണ് തൻ്റെ ആടുകളെ തേടുന്നതിനിടെ ചാവുകടൽ തീരത്തെ ഗുഹകളൊന്നിൽ ഏതാനും കളിമൺ ജാറുകൾ കണ്ടെത്തുന്നത്. മൃഗത്തോലിനും പാപ്പറസിനും ചെമ്പ് തേടലുമെല്ലാം എന്തൊക്കെയോ എഴുതിയിരിക്കുന്ന വിധത്തിലുള്ള ചുരുളുകളായിരുന്നു അവയിൽ. പിന്നീട് 1950 വരെ നടത്തിയ പര്യവേഷണത്തിലാണ് പ്രദേശത്തെ മറ്റ് ഗുഹകളിൽ നിന്നുമായി 20,000-ഓളം ചുരുൾ കഷണങ്ങൾ ലഭിക്കുന്നത്. പുരാവസ്തു ഗവേഷണത്തിൽ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും നിർണായക കണ്ടെത്തലുകളൊന്നായാണ് ഇത് കണക്കാക്കുന്നത്. ചുരുളുകളിൽ പലതും കാലപ്പഴക്കം കാരണം പൊടിഞ്ഞു തുടങ്ങിയിരുന്നു, അക്ഷരങ്ങളും മാഞ്ഞു. ഇത്രയും നാൾ ഈ ചുരുളുകൾ ഓരോന്നും കൈകൊണ്ടെടുത്ത് കൂട്ടിച്ചേർക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. എന്നാൽ അതുപേക്ഷിച്ച് ഇനി മുതൽ പുത്തൻ ഡിജിറ്റൽ ടൂളുകളും സോഫ്റ്റ്വെയറുകളും ഉപയോഗിച്ചായിരിക്കും ചുരുളുകളുടെ പൂർണ്ണരൂപം തയ്യാറാക്കുക. സ്പെക്ട്രൽ ഇമേജിംഗ് എന്ന സാങ്കേതികതയാണ് ഈ ജിഗ്സോ പസിൽ ഉപയോഗപ്പെടുത്തുന്നത്. $1.75 മില്യൺ ഡെഡ് സീ സ്ക്രോൾ പ്രോജക്റ്റിൻ്റെ ചെലവ്. ലോകത്തെമ്പാടുമുള്ള മതപണ്ഡിതരും ഗവേഷകരും കമ്പ്യൂട്ടർ വിദഗ്ധരും സർവകലാശാലകളും ആർക്കൈവ് സൊസൈറ്റികളും ഈ ഉദ്യമത്തിൽ പങ്കുചേരുന്നുണ്ട്. 2012 മുതൽ ഇതിനോടകം 16,000-ഓളം ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ചു കഴിഞ്ഞു. ഇവയുടെ വിവരണങ്ങളും വ്യാഖ്യാനങ്ങളും ചിത്രങ്ങളും സഹിതം ഇംഗ്ലീഷ്, അറബിക്, ജർമ്മൻ, ഹീബ്രു ഭാഷകളിലായി പുരാവസ്തു വകുപ്പ് വെബ്സൈറ്റിലും ലഭ്യമാക്കിയിട്ടുണ്ട്. ബൈബിൾ പരമായതും അല്ലാത്തതും എന്നിങ്ങനെ രണ്ടായി തിരിച്ചിട്ടുണ്ട് ചുരുളുകളെ. ക്രിസ്ത്യൻ മതത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചും ബൈബിളിലെ കുറിച്ചുമെല്ലാം നിർണായക വിവരങ്ങളാണ് ചുരുളുകളിലുള്ളത്. 40% ബൈബിൾ പരമായ വിവരങ്ങളാണ്. ബൈബിളിലെ എബ്രഹാമും നോഹയും ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരണങ്ങളും ചുരുളുകളിലുണ്ട്. ബാക്കി ജൂതന്മാരുടെ ചരിത്രത്തെപ്പറ്റിയും 408 BC-ക്കും 318 AD-ക്കും ഇടയിലാണ് ഇത് എഴുതിയതെന്നാണ് കരുതുന്നത്. കണ്ടെടുത്ത 900-ഓളം ചുരുളുകളിൽ മിക്കതും വായിച്ചെടുക്കാനായിട്ടുണ്ടെങ്കിലും ചില ചുരുളുകളിലെ എഴുത്തോ ഭാഷയോ തിരിച്ചറിയാൻ ഗവേഷകർക്ക് ഇനിയുമായിട്ടില്ല. അവയുടെ പൂർണ്ണരൂപം ഡിജിറ്റൽ എഡിഷനായി തയ്യാറാക്കി കഴിഞ്ഞാൽ പരിശോധന കൂടുതൽ എളുപ്പമാകും. ഒരുപക്ഷെ അവയിലാകാം ശാസ്ത്രത്തെയും ചരിത്രത്തെയും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുണ്ടാവുക.